ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീട് എന്താ ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കണത്, അതേപോലെ ഈ സോഫ എപ്പോഴാണ് വന്നേ, ഞങ്ങൾ റൂം മാറിയില്ലേ, അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ എൻഡ് വരെ കാണുക. എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതേപോലെ തന്നെ മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഞങ്ങൾ ലുലു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ ഇതേപോലെ കുറേ ബ്രോഷർ എപ്പോൾ നോക്കിയാലും വന്ന് കിടക്കുന്നുണ്ടാവും. കുറേ ഓഫേഴ്സും എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ബ്രോഷേഴ്സാണ് കേട്ടോ. ഇവിടെ കുറേ അടുത്ത് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. സോ അവരുടെയാണ്. സോ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ ലുലു സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ എത്തി. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെയും നല്ല കളക്ഷൻസാണ്. എല്ലാ വിധത്തിലുള്ള നമുക്ക് പ്രൊഡക്ട്സ് ആണ്, വീട്ടിലത്തെ ഗ്രോസറി എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ കോൺഫ്ലെക്സ് ഒക്കെ കഴിക്കാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഇത്രയധികം കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോണ്ടല്ലോ ഒരു റാക്ക് ഫുൾ ഈ കോൺഫ്ലെക്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ നമ്മുടെ സേവ് പൂരിയുടെ സേവ് ഉള്ളത്. ഇത് കണ്ടപ്പോൾ ഞാൻ ബോംബെനെ വല്ലാതെ മിസ് ചെയ്തു. എന്നിട്ട് ഇതേ നമ്മുടെ നാട്ടിലത്തെ സ്വീറ്റ്സ്, ലഡു, ജിലേബി, മൈസൂർ പാക്ക്, അങ്ങനെ എല്ലാ സ്വീറ്റ്സും അവൈലബിൾ ആണ്. അതേപോലെ ഈ ഡോണട്ട്സ്, ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ടി വിയിൽ പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഫാസ്റ്റ് ഫുഡ്സ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഫാസ്റ്റ് ഫുഡ്സും അവൈലബിൾ ആണ്. ഇതൊന്നും ഞാൻ വാങ്ങാനായിട്ട് വന്നതല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതും കൂടി കണ്ടപ്പോൾ ഇതിൻ്റെയും കൂടി വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേപോലെ നമുക്ക് ചിക്കൻ്റെ ആയാലും നമുക്ക് എല്ലാം, നമുക്ക് ഡിന്നറിനുള്ള ഐറ്റംസ്, ബിരിയാണി, അതേപോലെ ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ഫിഷ് കറി, നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. ഇതേപോലെ സാലഡ്സ്, എല്ലാ നാഷണാലിറ്റീസുള്ള ആൾക്കാർക്ക് സാലഡ്സും, പിന്നെ അതേപോലെ സോസേജസ്, മറ്റേ എന്താ പറയുക, ഓലീവിൻ്റെ ഉപ്പിലിട്ട് നമ്മുടെ അടിപൊളി ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. തൊട്ടടുത്ത് തന്നെ ചോളം കണ്ടിട്ടോ, നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം. വലുതാവുമ്പോ നമുക്ക് മനസ്സിലാവാതെ കുട്ടിക്കാലത്തിന്റെ ഒരു ഭംഗി. എൻ്റെ അടുത്ത് പണ്ട് ചേട്ടൻ പറയാറുണ്ട്, വലുതാവുമ്പോ ഉണ്ടല്ലോ നീ ആലോചിക്കും ഇപ്പോഴത്തെ. കാരണം അപ്പൊ ഞാൻ പറയും ഇപ്പൊ ആസ്വദിച്ചു നിന്റെ ജീവിതം, 10ാം ക്ലാസ്സിലുള്ള ജീവിതമൊക്കെ ആസ്വദിച്ചു. എന്താ കാരണം പിന്നെ വലുതാവുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ജോലിക്ക് പോയി തുടങ്ങാൻ. അപ്പൊ നമ്മൾ ആലോചിക്കും ഒരു ജോലിക്ക് പോയി തുടങ്ങാം. അപ്പൊ പിന്നെ വീട്ടുകാരൊന്നും പറയില്ലോ അവിടെ പോവാ ഇവിടെ പോവാ. പക്ഷെ പിന്നെ വലുതായി കഴിഞ്ഞ ഒരു ടെൻഷൻ വരും. ജോലിക്ക് പോയി തുടങ്ങി ആലോചിക്കും. അപ്പൊ തന്നെ നാട്ടുകാർ തുടങ്ങും, എന്തായി മോനെ ജോലി, ശമ്പളത്തിന് കല്യാണം കിട്ടുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും, എന്തായി കല്യാണം അതിനൊക്കെ തുടങ്ങിയില്ലേ? അഥവാ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കാൻ ഒരു ആലോചന വന്ന് അപ്പം മുടക്കുന്ന നാട്ടുകാർ കുറെ ആൾക്കാരുണ്ടാവും. അതിങ്ങനെ ഇതിങ്ങനെ പല പല അഭിപ്രായമായിരിക്കും. അതും കഴിഞ്ഞ് കല്യാണം കഴിച്ചോലോ, അത് കഴിഞ്ഞ് അപ്പൊ തന്നെ 2ാമത്തെ ദിവസം തൊട്ട് തുടങ്ങും, എന്തായി വല്ല വിശേഷം ഉണ്ടോ? അതും കഴിഞ്ഞൊരു കുട്ടി വന്ന പിന്നെ അതിന്റെ കാര്യങ്ങളായി, എന്തായി സ്കൂളിൽ ചേർത്താറില്ലേ, പിന്നെ ആ കുട്ടിയുടെ കല്യാണം വരെ അവർക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല, നമുക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല. ഇതന്നെയാണ്. അപ്പൊ എപ്പോഴും പറയും കുട്ടികളായിരിക്കുന്നത് ഏറ്റവും നല്ലത്. ടെൻഷൻ ചെയ്യണം. ഒരു ജോലി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യങ്ങളായി, ജോലിയുടെ പ്രാരാബ്ദങ്ങൾ, ബാധ്യതകൾ, ഏറ്റവും നല്ലത് പഠിക്കുക. അപ്പൊ ആ സമയത്ത് പരീക്ഷയുടെ സമയത്ത് വരും, ഒരു 3 പരീക്ഷ ഉണ്ടാവും. ക്വാർട്ടർലി ഉണ്ടാവും, മിഡ് ടൈം ഉണ്ടാവും, ഫൈനൽ ഉണ്ടാവും. ആ 3 ടൈമിൽ മാത്രം പരീക്ഷയുടെ സമയത്ത് 2 ദിവസം പഠിക്കും. അതിലത് വേറെ വല്ല ടെൻഷൻ ഉണ്ടാവും? ഒന്നുമില്ല, ഒരു ടെൻഷൻ ഇല്ല. പിന്നെ ഇത് ചോദിക്കും, ആ ഒരു കുറച്ച് നേരത്തെ 2 മണിക്കൂർ ഏതെങ്കിലും ഒരു പീരീഡ് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. നമുക്ക് പേടിയുള്ള ഒരു ടീച്ചർ ഉണ്ടാവുള്ളൂ സ്കൂളിൽ. ആ ടീച്ചറുടെ ആ പീരീഡ് അങ്ങ് കടന്നുപോയി പിന്നെ പ്രശ്നമില്ല. വെക്കേഷൻ കിട്ടും, 2 മാസം വെക്കേഷൻ. പിന്നെ അതുപോലെ പിന്നെ ഓണത്തിന് 10 ദിവസം, ക്രിസ്മസിന് 10 ദിവസം, ദീപാവലി, എല്ലാ ഹോളിഡേ. പിന്നെ എന്താ പിന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതാ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ആലോചിക്കില്ല, ഇപ്പൊ ആലോചിക്കും ചെറുതായിട്ട് പണ്ടത്തെ കാലം ഒന്ന് തിരിച്ചു പോവുക, ഒരു 10-25 കൊല്ലം മുമ്പ് പോവുക. ഞാനൊരു ചാൻസ് തരാം. അങ്ങനെ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാസ്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടി കഴിഞ്ഞാൽ പാസ്റ്റിലേക്ക് പോകാൻ തോന്നുമോ, അതോ നമുക്ക് ഇപ്പോൾ ഉള്ള ലൈഫ് മതിയെന്നോ? ഇപ്പോഴുള്ള ലൈഫ് തിരിച്ചു വരാതിരിക്കും. ഇപ്പോഴുള്ള ലൈഫിലേക്ക് തിരിച്ചു വരാലോ. ആദ്യം ഇപ്പൊ വീണ്ടും ഒരു 25 കൊല്ലം മുന്നിലേക്ക് പോവാ. അപ്പൊ പോയിട്ട് പിന്നെന്താ, എവിടെയെങ്കിലും ഇപ്പൊ വരുന്ന വഴിയിൽ കുറെ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവല്ലോ. അത് അങ്ങനെ വേണമായിരുന്നു, ഇങ്ങനെ വേണമായിരുന്നു. അത് നമുക്ക് സോൾവ് ചെയ്തിട്ട് വീണ്ടും വരാമല്ലേ? ഓരോ സമയത്ത് നമ്മൾ ആലോചിക്കില്ലേ, ഇപ്പൊ ഇരുന്നങ്ങനെ ആലോചിക്കും. ഇപ്പൊ ചിലവർ ആലോചിക്കുക, എന്താ ഞാൻ പഠിച്ചത് വേണ്ടായിരുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കിട്ടിയത്, അല്ലെങ്കിൽ പിന്നെ ആ കൂട്ടുകാരുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയാൽ മതിയിരുന്നു, ഇങ്ങോട്ട് പോയാൽ മതി. പല പല കാര്യങ്ങളുണ്ടാവും, നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ തോന്നും. അപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചു പോവാ.
ഒരു ചെയിൻ മറ്റേ പടത്തിൽ കണ്ടില്ലേ 24 സിനിമയിലില്ല, അതുപോലെ തിരിച്ചു പോവാ. എന്നിട്ട് ആ വന്ന വഴിയല്ലാതെ എവിടേക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത് ആ വഴി പോവാതെ മാറി മാറി പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ ബികോം പഠിക്കേണ്ടതില്ല, നമുക്ക് ഒരു നല്ലൊരു എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരു വിഷയം. അങ്ങനെ എന്തെങ്കിലും ഒരു ടൈം മെഷീൻ പോലെ ഇൻവെന്റ് ചെയ്യണമല്ലോ. ഈ കാർട്ടൂൺസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ടൈം മെഷീൻ. അങ്ങനെ സൂര്യയുടെ മൂവി ഉണ്ടല്ലോ ടൈം മെഷീൻ, ആ ശരിയാ. അതേപോലെ അങ്ങനെ അതുപോലത്തെ ഒരു എന്തെങ്കിലും ഒരു ഇൻവെന്റ് ചെയ്തതാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും പാസ്റ്റിലോട്ട് പോകാൻ ആഗ്രഹിക്കും. അതാ പറഞ്ഞേ, ആ ഒരു സമയത്തേക്ക് ഒരു 10 വയസ്സുകാരൻ, ഒരു 12 വയസ്സുകാരൻ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പോവാ. അപ്പൊ എന്താ പറയാ, വെക്കേഷൻ നിറയെ കൂട്ടുകാര്, ഓണം വരുന്നു, വിഷു വരുന്നു, എല്ലാത്തിനും പുതിയ ഡ്രസ്സ്, വിഷു കൈനീട്ടം കിട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ബന്ധുക്കളുടെ കൂടെ അവിടെ വരുന്നു എല്ലാവരും. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഓണത്തിനോ വിഷുവിനോ എല്ലാ സമയത്തും അവിടെ തന്നെ കൂടണം. വിഷുവിൽ ഓണത്തിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ തിരുവോണത്തിന് തിരുവോണത്തിന് അവിടെ കൂടണം, രണ്ടോണത്തിന് അവിടെ കൂടണം. എല്ലാവരും 9 മക്കളാ അച്ഛമ്മയ്ക്ക്, 9 മക്കളും മക്കളുടെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, അവരുടെ കുട്ടികള്, പിന്നെ അച്ചാച്ചന്റെ അനിയനുണ്ടായിരുന്നു, ഇവരെല്ലാവരും അവിടെ ഉണ്ടാവണം. എല്ലാവരും അവിടെ വരണം. വരിക, അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കും. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ വീട് അടുത്ത് തന്നെയുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് തറവാട്ട് അവിടെ ചെറിയ അമ്മയുടെ അവിടെ പോകും, ജസ്റ്റ് പോവും. പക്ഷെ അവിടെ വന്നിരിക്കണം, ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോകുള്ളൂ. അങ്ങനെയായിരുന്നു അച്ഛൻ. എല്ലാവരും ഒരുമിച്ചുണ്ടാവണം എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു അച്ഛൻ. എല്ലാവരോടും സ്നേഹം മാത്രം. പിന്നെ അതുപോലെ ഉണ്ട്, എന്തെങ്കിലും സ്പെഷ്യൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നു, അപ്പൊ നമ്മൾ എന്നും പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അച്ഛനുള്ളൊരു പങ്ക് അവിടെ വയ്ക്കും. അത് എങ്ങനെ പോയി കേട് വന്നാലും കൂട്ടാനും നശായാലും അത് അച്ഛൻ വരുന്നവരോടെ വയ്ക്കും, വേറെ ആരും കൊടുത്തു കൊടുക്കില്ല. അഥവാ അച്ഛൻ ഒരു ദിവസം 2 ദിവസം കണ്ടില്ല, പിന്നെ അച്ഛൻ വരുമ്പോൾ ഇതാ നിന്റെ അത് പങ്ക് കൂടെ വെച്ചിട്ടില്ല, അതല്ല കേടായിട്ടില്ലേ കഴിക്കാം. എല്ലാം പൂത്തൂല്ല. ഞാൻ പറഞ്ഞതാണ്, ഒരു ലഡു അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവന്നാലും വന്നാൽ അതിങ്ങനെ പങ്കായിട്ട് വയ്ക്കും. അച്ഛൻ എന്നും വൈകുന്നേരം അവിടെ പോകും. അച്ഛൻ എന്നും വൈകുന്നേരം സെക്കൻഡ് ഷിഫ്റ്റ് ഉള്ള ദിവസം അച്ഛന് പോയില്ല, ബാക്കിയുള്ള ഷിഫ്റ്റ് ഉള്ള സമയത്ത് സെക്കൻഡ് ഷിഫ്റ്റ് ഉച്ചയ്ക്ക് അച്ഛൻ പോവാം, ചിലപ്പോൾ രാവിലെ പോകും. എന്തായാലും അച്ഛനും കാണാതെ അച്ഛൻ വരാതിരിക്കില്ല, എപ്പോഴും ഏട്ടന്റെ മുടി നരച്ചിട്ടുണ്ട് കേട്ടോ. അത് പറയുന്നുണ്ട്, മറ്റേ അത് പക്വതയുടെ ലക്ഷണം അല്ലെങ്കിൽ ലക്ഷണം അല്ലാണ്ട് വയസ്സായതിന്റെ അല്ല. അതിപ്പോ നാളെ ചിലര് പറഞ്ഞു ഈ മുടി കണ്ടിട്ട് എനിക്ക് അസൂയാണ്. ഈ മുടി കണ്ടിട്ടാ? ഇതിപ്പോ ഞാനൊരു ബാർബർ ഷോപ്പിൽ പോയി ഒരു പട്ടാണി ഇരുന്നു, ആളെ എടുത്ത് പറയാ, എന്തിനാ ഭായി നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങള് ഞാൻ പറഞ്ഞു കുറെ പേരെ കണ്ടോ നല്ല കറുത്ത മുടി, ഇവിടെ വെളുത്ത മുടി, ഇത്രയും ആൾക്കാർ എനിക്ക് പ്രായമായിരുന്നു. അപ്പൊ ആള് പറയണേ, എപ്പോഴെങ്കിലും വെളുത്ത മുടി കൊഴിഞ്ഞു കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ശരിയാണ്, വെളുത്ത മുടി കൊഴിഞ്ഞു എന്റെ പൊട്ടാറുണ്ടല്ലോ. ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരുടെ പിന്നെയും കൊഴിയും, എന്നാലും കൊഴിയും. എന്റെ 1 or 2 ഉണ്ട്, അതൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരാറുണ്ട്. വെളുത്ത മുടി കൊഴിയില്ലോ, കറുത്ത മുടി കൊഴിയുള്ളൂ. വെളുത്ത മുടിക്ക് തിക്നെസ് ഉണ്ടാവും. അതിവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കൊഴിച്ചിൽ കൂടി. പക്ഷെ എന്നാലും എന്തൊക്കെയാണ് എന്റെ കണ്ട് എത്ര കാലങ്ങളായിട്ട് ഇവിടെ ചൂടുവെള്ളത്തിൽ ഇവിടുത്തെ വെള്ളത്തിൽ തല ഒഴിച്ചിട്ട് ഇങ്ങനെ, അതായത് തിക്കായിട്ട് നിൽക്കും. ഈ സോഫ നന്നായിട്ടുണ്ട് കേട്ടോ, അത് വാങ്ങിയ സമയത്ത് അത്ര കളർ തോന്നിയില്ല. ഇതിപ്പോ ഞാനിപ്പോ ഇത് ബെഡായിട്ടാണ് യൂസ് ചെയ്തോണ്ടിരിക്കണേ. കംഫർട്ടബിൾ ആണ് കിടക്കാനായിട്ട്. ഇതെന്റെ സ്ഥലമാണ്. അപ്പോൾ ഇത്രയും ദിവസം എവിടെ ആയിരുന്നു എന്ന് എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ. വേറെ ഒന്നുമല്ല, എനിക്ക് ഓൾമോസ്റ്റ് 1 വീക്ക് മുന്നോട്ട് തന്നെ ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. സിവിയർ അസിഡിറ്റി, ഗ്യാസ്, അങ്ങനെ എന്തൊക്കെയോ ഒരു ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ എക്സാക്ട് റീസൺ. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര സിവിയർ ആയിട്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു ചൂട് കാരണം ആവാം. ചില ഡോക്ടർമാർ പറഞ്ഞത് നല്ല ഉഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തുടങ്ങിയ ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി തുടങ്ങിയ സമയത്ത് എനിക്ക് ഉച്ച സമയത്ത് എനിക്ക് ഇവിടെ പോകണമായിരുന്നു, എന്താ പറയുക, നമ്മുടെ വർക്കിന് വേണ്ടി പോകണമായിരുന്നു. സോ ഉച്ചയ്ക്ക് പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര വെയിൽ, സിവിയർ വെയിൽ. ഞാൻ സത്യം പറഞ്ഞാൽ വർക്കിന് പോയില്ല, എനിക്ക് തിരിച്ച് വരേണ്ടി വന്നു വീട്ടിലോട്ട്. അത്രയ്ക്കും വെയിലായിരുന്നു. എനിക്ക് വീട്ടിൽ വന്നത് മാത്രമേ ഒരു ഓർമ്മയില്ല. അതിനുശേഷം ഭയങ്കര തലചുറ്റലും തലവേദനയും വോമിറ്റിങ്ങും സിവിയർ ആയിരുന്നു. I mean, it was so severe that I was unable to even speak. Almost continuous or 4-5 times vomit ചെയ്തു. ആൻഡ് ഐ വാസ് റിയലി ബെഡ് റിഡൻ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ എൻ്റെ മോള് വേഗം ഫോൺ ചെയ്ത് ഏട്ടനെ വിളിച്ചു. അപ്പോൾ ഏട്ടൻ ഓടി വരാമെന്ന് പറഞ്ഞ് ഹി ടുക്ക് ഓൾമോസ്റ്റ് 1 hour ടു കം ഫ്രം ഹിസ് ഓഫീസ്. എന്നിട്ട് അവിടുന്ന് വന്ന്
ഇമ്മീഡിയറ്റ്ലി ഹി ടുക്ക് മീ ടു ആസ്റ്റർ. ഞങ്ങളുടെ ഇവിടെ ഹോസ്പിറ്റൽസൊക്കെ ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ നടന്നു പോകാൻ പോലും വയ്യ, അത്രയും ഒരു അവസ്ഥയിലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയേന്നെ. ബട്ട് ദെൻ ഇതിപ്പോൾ ഞാൻ ഇത്രയും ഒരു ബാഡ് സിറ്റുവേഷനിൽ കിടക്കുന്നത് കണ്ടപ്പോൾ മൈ ഡോട്ടർ, ഐ എം വെരി പ്രൗഡ് ഓഫ് ഹർ. ഷീ ടുക്ക് ആൻ ഇമ്മീഡിയറ്റ് ഡിസിഷൻ. അപ്പം തന്നെ അവൾ വിളിച്ച് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, ഏട്ടനെ വിളിച്ചു. അങ്ങനെ ഏട്ടൻ വന്നപ്പോൾ ഐ വാസ് വോമിറ്റിംഗ് അറ്റ് ദാറ്റ് ടൈം ഓൾസോ. ഹി ടുക്ക് മീ ടു ദി ഹോസ്പിറ്റൽ, ആസ്റ്ററിൽ കൊണ്ടുപോയി. അവിടെ പോയതിന് ശേഷം അവർ മറ്റേ നമ്മുടെ സലൈൻ കയറ്റിയിട്ട് അഡ്മിഷൻസ് ഉണ്ടായിരുന്നു കുറേ, ആൻഡ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ റീസൺ. അപ്പോൾ അങ്ങനെ ചെയ്തു. എന്നിട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ടേക്കിംഗ് സം ടൈം ഫോർ ദ റിക്കവറി. ഇപ്പോഴും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞു. ആൻഡ് സ്റ്റിൽ നൗ എനിക്ക് ആ തല ചുറ്റൽ ഇപ്പോഴും പോയിട്ടില്ല. ആൻഡ് ഈവൻ ഐ എം ഹാവിങ് സോ മച്ച് ഓഫ് അസിഡിറ്റി സ്റ്റിൽ നൗ. ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഫോർ ഫ്യൂ മോർ ഡേയ്സ്. ഇപ്പം ഞാൻ ഫോളോ അപ്പിന് പോയിട്ട് വന്നേ ഉള്ളൂ. സോ ടാബ്ലറ്റ്സൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് റെസ്ട്രിക്ഷൻസ്, ഫുഡ് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പോലും തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ഫുഡിനെ കുറിച്ച് ആലോചിക്കും, അയ്യോ എനിക്ക് വേണ്ടാന്ന് തോന്നിപ്പോവാ. ബട്ട് ദേ ഹാവ് ഇൻസിസ്റ്റഡ് മീ ടു ഹാവ് സംതിങ്. നമ്മുടെ ആസിഡിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ നോർമലായിട്ട് എന്തെങ്കിലും കഞ്ഞി അങ്ങനത്തെയൊക്കെ. എനിക്ക് കഞ്ഞി എനിക്ക് തീരെ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയത്ത് എനിക്ക് തീരെ പിടിക്കാത്തൊരു സംഭവമാണ്. ബട്ട് ഐ എം ടേക്കിംഗ് സോ മച്ച് ഓഫ് മെഡിസിൻസ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് കുറച്ച് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ഐ എം ഗോയിങ് ടു ദിസ്. അന്ന് എങ്ങനെയൊക്കെയോ ഞാൻ മാനേജ് ചെയ്തു, കുറച്ച് ഒരു 2-3 സ്പൂണൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞി. അത്രയ്ക്കും മോശമായിട്ട് അവസ്ഥയായിരുന്നു. And it's almost 1 week now, and still I'm having that headache. I don't know what is the reason, but ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഒരുപാട് തലവേദന. എൻ്റെ എല്ലാവരും പറയണ്ടായിരുന്നു എൻ്റെ മുഖത്ത് ആ ക്ഷീണം കാണുന്നുണ്ട് എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ഐ തിങ്ക് സോ ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ്. എനിക്ക് അതാ തോന്നുന്നത്. അല്ലാണ്ട് ഞാൻ പുറത്തത്തെ ഞാൻ സിവിയറായിട്ട് ഫുഡ് സ്റ്റഫൊന്നും അങ്ങനെ കഴിക്കാത്ത ആളാണ്. സോ ഐ തിങ്ക് സോ ദ ക്ലൈമറ്റ് കാരണമാവാം. സോ എന്താ പറയുക, വീട്ടിലായാലും എല്ലാം മെസ്സി ആയിട്ട് കിടക്കുകയാണ്, എല്ലാം മെസ്സിയാണ്. ഒന്നും വൃത്തിയാക്കാൻ വയ്യ, ഒന്നും വയ്യ. ഫുഡ് പോലും ഉണ്ടാക്കണത് ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കുകയാണ്. എനിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ട കഴിക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ ഏട്ടനായാലും മോൾക്കായാലും എന്തെങ്കിലും തട്ടിക്കൂട്ടി ഇപ്പോൾ കഞ്ഞി വയ്ക്കുമ്പോൾ അവർക്കും കഞ്ഞി ഉണ്ടാക്കുക. ഞാൻ അങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഐ എം റിയലി നോട്ട് ഫീലിംഗ് വെൽ ഇവൻ നൗ. അപ്പോൾ ഇപ്പം വീണ്ടും മെഡിസിൻസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏട്ടൻ താഴോട്ട് പോയിട്ടുണ്ട്, ഫാർമസിയിൽ പോയിട്ട്. ആസ്റ്ററിൻ്റെ ക്ലിനിക്കിൻ്റെ അടുത്ത് തന്നെയാണ് ആക്ച്വലി ഫാർമസി ഉള്ളത്. ബട്ട് ഐ വാസ് നോട്ട് ഫീലിംഗ് ഗുഡ് ടു സിറ്റ് ദെയർ. അപ്പോൾ ഏട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വീണ്ടും തിരിച്ച് പോയിട്ടുണ്ട് മെഡിസിൻസ് വാങ്ങാനായിട്ട്. സോ അതൊക്കെയായിരുന്നു ഈ ഒരാഴ്ചയുടെ വിശേഷം എന്ന് പറയാൻ. ഐ ഹോപ്പ് ഐ വിൽ റിക്കവർ സൂൺ. കാരണം നമ്മളിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വി ഓൺലി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. നമ്മൾ വീട് നോക്കണം, എല്ലാം വൃത്തിയാക്കി വെക്കുക, ഫുഡ് കാര്യങ്ങൾ നോക്കുക. സോ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ വയ്യായി വരുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയണത് അത് ശരിക്കും എനിക്ക് ഇങ്ങനത്തെയുള്ള ഇൻസിഡൻസ് എനിക്കത് ഫീൽ ആവാറുണ്ട്. അത് ശരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. നമുക്ക് ഹെൽത്ത് ഇല്ലാണ്ട് നമ്മൾ ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഹെൽത്ത് നമ്മൾ അത്രത്തോളം നോക്കണം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ചൂടുള്ള ക്ലൈമറ്റിൽ ഇപ്പോൾ ദുബായിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, ഈ ചൂട് സമയത്ത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. മാക്സിമം വീട്ടിലിരിക്കുക. വൈകുന്നേരം നേരത്തെ മാത്രം പുറത്തേക്ക് ഇറങ്ങുക. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ജോലിക്ക് പോകണ്ട എന്നുള്ളത്. ബട്ട് മാക്സിമം അത്രയ്ക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ ഡോണ്ട് സ്റ്റെപ്പ് ഔട്ട്.